കഴിഞ്ഞ് പിന്നെ ചക്കരയും ചോക്കുന്ന ഒരു രക്ഷയില്ല, എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളിതാ പോകാനായിട്ട് ഇറങ്ങി. എറണാകുളത്തുള്ള നമ്മുടെ ചെറായി കുഴുപ്പിള്ളി ബീച്ചിന് അടുത്തേക്കാണ് ഇതായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലമാണ്. ഈവനിങ് ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ് കുഴുപ്പിള്ളി ബീച്ചൊക്കെ. അപ്പോൾ ഇവിടെ കുറേ ഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാൻ നോട്ടം ഇട്ടിരുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്, ഇന്ദ്രിയ സാൻഡ്സ് റിസോർട്ട്. ഇവിടെ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. കുറച്ച് നല്ല ഏരിയയും അതുപോലെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും എല്ലാമുള്ള റിസോർട്ടാണ്. കുട്ടികൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു റിസോർട്ട്. പാർക്കിംഗ് സൗകര്യമുണ്ട്, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ലപോലെ ഏരിയയുണ്ട്. അപ്പോൾ നമുക്ക് കാണാനും നടന്ന് ആസ്വദിക്കാനും ഒക്കെ ഒത്തിരി പ്ലേസ് ഉണ്ട് ഇവിടെ. വന്നപ്പോൾ തന്നെ ഇതാ സ്വിമ്മിംഗ് പൂള് കണ്ടു. അതിനകത്തേക്ക് ചാടണം എന്ന് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ചക്കരയും ജോക്കുട്ടനും. പിന്നെ ഇതാ അതിൻ്റെ റിസപ്ഷനും എല്ലാം കണ്ടു. അപ്പോൾ നമുക്ക് നേരെ റിസപ്ഷനിലേക്കൊക്കെ പോകാം. പിന്നെ നമ്മുടെ കണ്ണിൽ ഉടക്കിയത് ഏറ്റവും ആദ്യം തന്നെ കുറേ പ്രതിമകളാണ് കേട്ടോ. യെസ്, അപ്പോൾ ഇന്ന് ഇന്ദ്രിയ സാൻഡ്സിലാണ് കേട്ടോ നമ്മുടെ സ്റ്റേ. ഓക്കെ, ഹലോ, ഹായ് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? കുഴുപ്പിള്ളി ബീച്ചിന് തൊട്ടടുത്തുള്ള ഇന്ദ്രിയ സാൻഡ്സിലാണ് എത്തിയിരിക്കുന്നത്. ഈ റിസോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് റിസോർട്ട് മാത്രമല്ല, ഇവിടെ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ ഇന്ദ്രിയ സാൻഡ്സ് ഇതാണെങ്കിൽ തൊട്ടുപുറത്ത് തന്നെയാണ് ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കും. അപ്പോൾ ഫാമിലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കേണ്ടി വരില്ല, അത്ര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം, വാ. ഇതാണ് നമ്മുടെ റിസപ്ഷൻ വരുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കണ്ടോ നമ്മുടെ വഞ്ചി തുഴയുന്ന തുഴകോലൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ ID കാർഡൊക്കെ കൊടുക്കാം. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ്, റിസപ്ഷൻ, അഡ്വഞ്ചർ പാർക്ക്, ഡേ ഔട്ട് ഹോള്, ഇതെല്ലാം ഉണ്ട്. ഇവിടെ തന്നെയാണ് ഡേ ഔട്ട് ഹോള് വരുന്നത്. അപ്പോൾ അവിടെ കുറേ നമുക്ക് ചെസ്സും അതുപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസിനുള്ള പ്ലേസ് അവിടെയുണ്ട്. അപ്പോൾ നമുക്കിനി റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ ID കാർഡൊക്കെ കൊടുക്കാം. എല്ലാവരുടെയും ID കാർഡ് കൊടുക്കണം. അതുപോലെ തന്നെ 2 മണിക്കാണ് ചെക്കിങ് ടൈം വരുന്നത്. ചെക്ക് ടൈം വരുന്നത് 11 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ID കാർഡൊക്കെ കൊടുത്ത് നമുക്കൊന്ന് ചെക്കിൻ ചെയ്യാം. ബിൻചാൻ എന്താ കാറ് പാർക്ക് ചെയ്യാൻ പോയേക്കാണ്. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ആളുകൾ ചെക്കിൻ ചെയ്യാനും ചെക്കൗട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ആളുകൾ ഇതാ ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. കുറേ പേര് ഡേ ഔട്ട് ഹാളിലിരുന്ന് ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇങ്ങനെ ഇഷ്ടപ്പെട്ടത്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, ബുദ്ധൻ്റെ കുറേ പ്രതിമകളുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. തൊട്ടിപ്പുറത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി സമാധാനമാണ് ഒരു റിസോർട്ടിലെത്തുമ്പോൾ, അല്ലേ? അവിടെ കുട്ടീസുകൾ കുറേ പേര് സ്വിമ്മിംഗ് പൂളിലുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിന് തൊട്ടപ്പുറത്തുള്ള ഒരു റൂമും അതുപോലെ തന്നെ മറ്റൊരു റൂമുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. റൂമിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക്, എനിക്ക് തോന്നുന്നു രാത്രിയായിരിക്കും മിക്കവാറും ഒന്ന് പൂളിലിറങ്ങാൻ സമയം കിട്ടുള്ളൂ. കാരണം ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാഴ്ചകളൊക്കെ കണ്ടാലോ? ഇതാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബുദ്ധൻ്റെ പ്രതിമകൾ ഇവിടെ പല ടൈപ്പിലുള്ളത് ഓരോ മരങ്ങളുടെ അടിയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതാ ഈ ഒരു പോട്ടുകളാണ്. പല ടൈപ്പ്, പല വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പോട്ടുകളുടെ ഒരു കൂമ്പാരം പോലെ വെച്ച് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കി പോകാം. വെള്ളം തേവാനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു തേവ് പലക പോലത്തെ അങ്ങനത്തെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് കണ്ടോ, കുറേ മനുഷ്യരുടെ രൂപങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിങ്ങനെ ഇരിക്കുന്നു. അതിനകത്തേക്ക് ചാടി കയറാനായിട്ട് നോക്കുന്ന കുറേ രൂപങ്ങൾ. അങ്ങനെ ആ ഒരു ഏരിയയിൽ മൊത്തം അങ്ങനത്തെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ വലിയൊരു ഔളുണ്ട്. പിന്നെ അതിന് ഇപ്പുറത്തേക്ക് ഇതാ ഒരു ചെറിയൊരു താമരക്കുളം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാനായിട്ട് കുറേ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ടോട്ടലി ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പഴയ രീതിയിലുള്ള പഴയ കാലത്തെ ഒത്തിരി വസ്തുക്കൾ കൊണ്ടുവന്ന് ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും എല്ലാം ആ ഒരു പഴയ കാലത്തിൻ്റെ ഒരു പ്രൗഢി എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള കുറേ ഐറ്റംസ് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെയൊക്കെ. അതുപോലെ തൂണുകളെല്ലാം തന്നെ പഴയ, നമുക്കറിയാം പഴയ വീടുകളിലുണ്ടായിരുന്ന ടൈപ്പ്. എനിക്കൊന്ന് അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ റീസ്ട്രക്ചർ ചെയ്തതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന റിസപ്ഷനും റെസ്റ്റോറൻറ്റും ഒക്കെയാണിത്.
അപ്പോൾ നമുക്കിനി അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒന്നും കൂടെ റിസപ്ഷനിലേക്ക് പോകാം. റിസപ്ഷനിൽ ഒരു വലിയ കാളവണ്ടി ഉണ്ട് കേട്ടോ. ഇത് കാളവണ്ടിയാണോ കുതിരവണ്ടിയാണോ എന്ന് അറിയില്ല, എന്തായാലും രണ്ടിനും ഒരേപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാമല്ലോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറേ വരുന്നുണ്ട്. എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഇതാ ഈ ഒരു കുതിരവണ്ടിയും കാളവണ്ടിയൊക്കെ. പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണല്ലോ ഇതെല്ലാം. ഇപ്പോഴൊന്നും കാണാനേ പറ്റില്ല, അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒക്കെ കാണാൻ പറ്റുള്ളൂ. നല്ല രസമുള്ളൊരു ഏരിയ ആണ് ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റും റിസപ്ഷനും എല്ലാം. അവിടെ നമുക്ക് കുറേ സ്പേസുകളുണ്ട്, അവിടെ നമുക്ക് സംസാരിച്ചിരിക്കാനും ഒക്കെ ആയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ ഇവിടെ ഓരോരോ സ്ഥലങ്ങളിലും നമുക്ക് ചെയേഴ്സും ടേബിളും എല്ലാം ഇട്ടിട്ടുണ്ട്. വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല കാറ്റാണ് എപ്പോഴും. ബാക്ക് വാട്ടേഴ്സാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡെല്ലാം ബാക്ക് വാട്ടേഴ്സാണ്. അപ്പോൾ അവിടെ നിന്ന് കായലിൽ നിന്ന് നല്ല കാറ്റടിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വായിക്കാനൊക്കെ നല്ല രസം. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ തന്നെ വലിയൊരു വഞ്ചിയുടെ ഒരു മാതൃക വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ. റീൽസും ഒക്കെ എടുക്കലായിരുന്നു ഞങ്ങളുടെ പ്രധാന പരിപാടി. അപ്പോൾ ഇവിടെ നിന്നും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ തന്നെയാണ് നമുക്ക് കയാക്കിങ് നടത്താം, അതുപോലെ തന്നെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. അതുപോലെ അതിനകത്തൊക്കെ എല്ലാവർക്കും കയറാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ ആണ് ദാ ഈ ഒരു സൈഡിൽ കാണുന്നത്. അപ്പോൾ പെഡൽ ബോട്ടിങ്ങൊക്കെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും 6 മണി വരെ ടൈമുണ്ട് പെഡൽ ബോട്ടിങ്ങിനും അതുപോലെ തന്നെ കയാക്കിങ്ങിനും ഒക്കെ സമയമുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വൈകിയെങ്കിലും ഞങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കുറേ പേര് പെഡൽ ബോട്ടിങ്ങൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ കുട്ടവഞ്ചി ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഈ ഏരിയയൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിരിക്കും. ഈ ഒരു ആംബിയൻസ് നല്ല രസമാണ്. കുട്ടികളും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ 2 സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. ഒരു സ്വിമ്മിംഗ് പൂൾ ഫ്രണ്ടിലും ഒരു സ്വിമ്മിംഗ് പൂൾ പുറകിലും ആണുള്ളത്. അപ്പോൾ നമുക്ക് പുറകിലത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം. ഇതൊക്കെ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് പ്ലേ ഏരിയ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഹട്ട് പോലെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കാം, വർത്തമാനം പറയാം. അപ്പോൾ അവിടെയാണ് നെക്സ്റ്റ് ഒരു പൂള് വരുന്നത്. അപ്പോൾ ആ പൂള് നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതാണ്. അപ്പോൾ ഈ പൂളിൽ എപ്പോഴും നല്ല തണുപ്പായിരിക്കും, കാരണം അത് വെയിലത്തല്ല. മറ്റേ പൂളിൽ ചെറിയൊരു ചൂടുണ്ടാവും. ഈ പൂള് നല്ല തണുപ്പാണെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ പൂളിൽ ഇറങ്ങിയില്ല കേട്ടോ. ആ പൂളിൽ തന്നെയാണ് ഇറങ്ങിയത്. സ്വിമ്മിംഗ് പൂളിൽ 2 സ്വിമ്മിംഗ് പൂളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഏരിയ സെറ്റ് ആക്കിയിരിക്കുന്നത് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ നടത്താനായിട്ട്. പൂൾ ഏരിയയിൽ നടത്താൻ പറ്റുന്ന ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്റ്റേജ്, അതുപോലെ തന്നെ ചെയേഴ്സ് എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഒരു വഞ്ചിയുടെ മാതൃകയിലൊക്കെയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു വഞ്ചിയുടെ മാതൃക ഇവിടെയുണ്ട്. ഇതിനപ്പുറത്തേക്ക് കാണുന്നത് കേട്ടോ, അത് മുഴുവൻ എന്താ കായലാണ്. കായലും അതുപോലെ കണ്ടൽ കാടുകളുടെയൊക്കെ ഒരു ചെറിയ ചെറിയ മിനിയേച്ചർ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിനപ്പുറത്തേക്ക് കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ടികൾ നടത്താനായിട്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസുകൾ നടത്താൻ, കല്യാണങ്ങൾ, അതുപോലെ ഗ്രൂപ്പ് ഇവൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറെ ഹോളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പൂൾ സൈഡിലൊക്കെ നല്ല പാർട്ടീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഹോൾ എന്നാണ് അവർ പറഞ്ഞത്. അതിന് തൊട്ടിപ്പുറത്താണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആണ്. കണ്ടൽ കാടും അതുപോലെ തന്നെ ബാക്ക് വാട്ടേഴ്സും, അതിനകത്ത് കയാക്കിങ് നടത്തുന്നവരെ കാണാം, പെഡൽ ബോട്ടിങ് തുഴയുന്നവരെ കാണാം. അങ്ങനെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതിനപ്പുറത്ത് തന്നെ കുറച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളൊരു പ്ലേ ഏരിയയും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു പഴമയെ വിളിച്ചോതുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആ പഴയ കുറേ സംഭവങ്ങളെല്ലാം അവർ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യങ്ങൾ കാണാനൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നത് റെസ്റ്റോറൻ്റാണ്. അതായത് നമ്മളൊന്ന് കറങ്ങി വന്നു, റിസോർട്ടിനെ ഒന്ന് കറങ്ങി വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ നമ്മുടെ ബാഗ് ഇങ്ങനെ ഒന്ന് മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടാവാം ബാക്കി കാണുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പുറകിലൂടെ പോകുന്ന റൂമിലേക്കാണ്, ആ ഒരു സൈഡിലൂടെ ഒക്കെ വേണം നമ്മുടെ റൂമിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ കണ്ടു ആ ഒരു വാതിൽ പോലെ, അതായത് ഒരു മറ പോലെ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അതൊരു 3 കിളിവാതിലുകളൊക്കെ വന്നിട്ടുള്ളൊരു സംഭവമാണ്. എവിടെ നിന്നോ പൊളിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു പഴമയെ ഒക്കെ കുറച്ചും കൂടെ പുതുതായി, കുറച്ചും കൂടെ ഇങ്ങനെ അതൊന്നും അറിയില്ലാത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഈ ഒരു സ്റ്റൈല് ഉപകരിക്കും. അപ്പോൾ നമുക്കിനി സ്റ്റെപ്പ് കയറി നമ്മുടെ റൂമിലേക്കൊന്ന് പോവാം. അവിടെ ഇനി എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 2 റൂമാണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്നത്.
101 അതാണ് നമ്മുടെ റൂം നമ്പർ. അപ്പോൾ ഇവിടെ വന്നപ്പോഴും എന്താ ഇവിടെ ഒരു കിളിവാതിൽ കാണുന്നുണ്ട്. ആ കിളിവാതിലിലൂടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കാണാൻ പറ്റുക? യെസ്, നമുക്കൊന്ന് നോക്കാം. അതാ നമ്മുടെ റെസ്റ്റോറൻ്റ് അല്ലേ, കടന്നു വന്ന റെസ്റ്റോറൻറ്റ്. യെസ്, ആ റെസ്റ്റോറൻറ്റ് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ലൊരു കാഴ്ചയാണല്ലേ പണ്ടത്തെ കിളിവാതിലൊക്കെ, ആ സംഭവം. അതുപോലെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇവിടെ ഓരോന്നിങ്ങനെ വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഈ റൂമിനെ ഞാനൊന്ന് ഫുള്ളായിട്ടൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. വിത്ത് ബാൽക്കണി ആയിട്ടുള്ള റൂമാണിത്. അപ്പോൾ അതുപോലെ നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂമും ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിതാ ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് നേരെ ബാഗൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നിപ്പോൾ മുഴുവൻ ഇതൊക്കെ കണ്ടോ, സ്കൈ സൈക്കിൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇന്ന് നമ്മൾ കാണണമെന്നൊക്കെ നോക്കിയപ്പോഴാണ് ഇവിടെ കുറച്ച് ടീംസ് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട് വന്നതാണ് ഇവർ വന്നത്. തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇവർക്ക് 1 2 3 ഫോട്ടോസ് എടുത്തു കൊടുത്തു, വീഡിയോസ് എടുത്തു കൊടുത്തു. അങ്ങനെ അവരൊക്കെ പരിചയം. പിന്നെ ഇവിടെ തന്നെ ഒരു ബോട്ട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. 2018 എന്ന് പറയുന്ന സിനിമയിൽ, ആ 2018 എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ബോട്ടാണ് കേട്ടോ. ആ പ്രളയകാലത്തെ ചിത്രീകരണം കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച മേരി മാത എന്ന് പറയുന്ന ബോട്ടാണിത്. ഇത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു അത് വാങ്ങി അവിടെ വെച്ചിരിക്കുന്നതായിരിക്കും. എന്തായാലും ആ ഒരു ചിത്രത്തിൽ അഭിനയിച്ച ബോട്ടായതുകൊണ്ട് ഇതിനെ കാണാനും അവിടെ ഇഷ്ടംപോലെ ആളുകൾ അവിടെ നിന്ന് അതൊക്കെ നോക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങ് കുറച്ച് നേരം ഈ ഒരു ഏരിയ ഒക്കെ കണ്ട് ഇങ്ങനെ പോന്നപ്പോഴാണ് കയാക്കിങ്ങിനും അതുപോലെ തന്നെ ബോട്ടിങ്ങിനും ഒക്കെ ആയിട്ട് അവർ വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം 6 മണിക്ക് മുമ്പ് അതെല്ലാം തീർക്കണം. ഈവനിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയം ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് സിപ്പ് ലൈനും അതുപോലെ എല്ലാം കാണാനായിട്ട് പറ്റും. സ്കൈ സൈക്കിൾ, ഇതെല്ലാം നമ്മുടെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അതിനകത്ത് കയറുന്നില്ല, അതെല്ലാം നമുക്ക് നാളത്തേക്ക് മാറ്റാം. ഇന്ന് നമുക്ക് കയാക്കിങ്ങിനും അതുപോലെ ബോട്ടിങ്ങിനും ഇറങ്ങാം. അതുപോലെ ഒരു ഹട്ടാണ് കേട്ടോ ഇത് കേട്ടോ. ആ ഒരു ഹട്ടിൽ എല്ലാവരും കൂടെ കുറച്ച് നേരം ഒത്തുകൂടിയിരുന്നു. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്, നല്ല കാറ്റും ഒക്കെ ഇങ്ങനെ വീശുമ്പോൾ നല്ല സുഖമായിട്ട് ഈവനിങ് ടൈമൊക്കെ വർത്തമാനം പറഞ്ഞ് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഏരിയ, നല്ല ഒരു പുൽത്തകിടിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് കേട്ടോ. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസ് ഉണ്ട്. കുട്ടികൾക്ക് ഓടി കളിക്കാം, ബോൾ കളിക്കാം, ഫുട്ബോൾ കളിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ആ ചക്കര കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവർ ബോട്ടിങ്ങിന് പോകാനായിട്ട് ടൈമായി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് നേരെ ബോട്ടിങ്ങിന് പോകാമല്ലോ. അപ്പോൾ റിസപ്ഷനിലേക്കൊക്കെ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അവിടെ കാണാനും. നമുക്ക് ഫുള്ളായിട്ട് ആ സിപ്പ് ലൈനും അതുപോലെ തന്നെ കയാക്കിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്കൈ സൈക്കിൾ, അങ്ങനെ ആ ഏരിയ എല്ലാം കാണാൻ പറ്റും. നമുക്ക് ഈ തുഴഞ്ഞ് നടക്കുമ്പോഴും ആ ഏരിയയിലെല്ലാം കാണാൻ പറ്റും. അതാ കുറേ പേര് ഇതിൽ കയാക്കിങ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. നിരവധി പാക്കേജുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഹോട്ടലിലേക്ക് വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ആക്ടിവിറ്റീസിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസ് മാത്രമായിട്ട് എടുക്കാം. ഗ്രൂപ്പ് പാക്കേജസ് എടുക്കാം. ഗ്രൂപ്പായിട്ട് വന്ന ആക്ടിവിറ്റീസുകൾ മാത്രം നമുക്ക് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഒരു ഇവൻറ്റ് നമുക്ക് ഇവിടെ നടത്താം. അങ്ങനെ ഒത്തിരി പാക്കേജുകളുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പെഡൽ ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് കയാക്കിംഗ് ഉണ്ട്, ഒന്ന് പെഡൽ ബോട്ടിംഗ് ഉണ്ട്. തൽക്കാലം ഒന്ന് പെഡൽ ബോട്ടിൽ പോകാം. അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് മുമ്പ് കയറണമെന്ന് പറഞ്ഞു. ഏകദേശം 4:30 കഴിഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് പെഡൽ ബോട്ടിൽ കയറുമ്പോൾ. ജോക്കുട്ടിനെ നമ്മുടെ ക്യാമറ ഇടുന്നത് അതുകൊണ്ട് അവിടെ കിട്ടില്ല കേട്ടോ. ഞങ്ങൾ ബാക്കി എല്ലാവരും ഉണ്ട്. പെഡൽ ബോട്ടിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞങ്ങൾ 2 പേരും ചവിട്ടുകയും ചെയ്യാം, ചക്കരയ്ക്കും മമ്മിക്കും സുഖമായിട്ട് പുറകിലിരിക്കുകയും ചെയ്യാം. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് അതിലൊക്കെ ചുറ്റിയടിക്കാം. ഈ ഒരു സമയം എന്ന് പറയുന്ന വെയിലൊക്കെ കുറഞ്ഞ് നമുക്ക് അതിലൊക്കെ ഇങ്ങനെ ചവിട്ടി നടക്കാൻ പറ്റുന്നൊരു സമയമാണ്. ആ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയൊക്കെ ഇത് മുഴുവൻ ഇങ്ങനെ കണ്ടു കിടക്കാൻ എന്ത് രസമാണെന്ന് അറിയുമോ. അത് ശരിക്കും വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഇന്ത്യ സാൻസ് ഇരിക്കുന്ന ആ ഒരു ഏരിയ കൊള്ളാം. ഒരു സ്ഥലത്ത് ഇപ്പുറത്ത് ബാക്ക് വാട്ടേഴ്സ് ആണെങ്കിൽ അതിന് മുന്നിൽ കടലാണ്. അപ്പോൾ ആ രണ്ടിൻ്റെയും കൂടി കാറ്റും എല്ലാം കൂടെ ഒരു കിടു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്പോട്ടാണ് ഇന്ദ്രിയ സാൻസ്. സിപ്പ് ലൈനും സ്കൈ സൈക്കിളൊക്കെ അതാ കിടക്കുന്നേ ഉള്ളൂ. അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ അതൊക്കെ നമുക്ക് നാളെ പോകാം കേട്ടോ. കാരണം ഇതെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്താം. എന്താ ഇവിടെയൊക്കെ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്ന് സിപ്പ് ലൈനിലും സ്കൈ സൈക്കിളിലും ഒക്കെ പോകുന്നുണ്ട്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് മുതിർന്നവർക്കും പിന്നെ 10 വയസ്സിലും താഴെയുള്ള കുട്ടികൾ
കുട്ടികൾക്ക് പറ്റില്ല കേട്ടോ. പക്ഷേ അവർക്ക് വേറെ ആക്ടിവിറ്റീസ് ഇതിന് മുമ്പിലുണ്ട്. അതൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്, വന്നിട്ടുണ്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പെഡൽ ബോട്ടിങ്ങിൻ്റെയും കയാക്കിങ്ങിൻ്റെയും ഒക്കെ ഏരിയ. അപ്പോൾ നമുക്ക് ഇനി ചായ കുടിക്കേണ്ട സമയമൊക്കെ ആയി, 4:45 അവർ കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പെഡൽ ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ചായ കുടിച്ചാലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഇവിടെ എല്ലാം നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് കയറാം. അപ്പോൾ ചായ ഇതാ 5 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഇതാ പൊട്ടറ്റോ ഫ്രൈസ്, ചക്കരയുടെ ഫേവറേറ്റ് ആണ്, അത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പഴംപൊരി വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതാണ് ചിക്കൻ കട്ട്ലറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാം നല്ലതായിരുന്നു. നല്ല ചായയും പഴംപൊരിയും കട്ട്ലറ്റും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ഇന്ദ്രിയ സാൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുഴുപ്പള്ളി ബീച്ചാണ്. കുഴുപ്പള്ളി ബീച്ചിലൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടാവില്ലേ. എത്ര രസമാണ് ഇപ്പോൾ ഇവിടെയെന്ന് അറിയോ. ഇവിടെ ഇപ്പോൾ ഒരു ബ്രിഡ്ജും കൂടെ വന്നിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. പക്ഷെ എന്നാൽ പോലും അത് വേർത്തിയാണ്. കാരണം ഒരു പ്രത്യേക ഫീലാണ് ഈ പറയുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ടെങ്കിൽ. നല്ല രസമാണ്. ആ തിരമാലകളുടെ ആ ഒരു ആ തിരമാലയുടെ പവർ നമുക്ക് അറിയാൻ പറ്റും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട്, 120 റുപ്പീസാണെന്ന് തോന്നുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്നതിന് പ്രൈസ് വരുന്നത്. ജീവിതത്തിൽ എത്ര കണ്ടാലും മറക്കില്ലാത്ത ഒന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര കണ്ടാലും മടുക്കില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് കടലാണല്ലേ. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. എനിക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യാനും ഇഷ്ടമാണ് കടൽ തീരത്ത്. അവിടെ കളിക്കാനും സാൻഡിൽ വെച്ച് സാൻഡ് കാസിൽ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഇന്ദ്രിയ സാൻസിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഒരു ബ്യൂട്ടി, അതായത് ഇന്ദ്രിയയുടെ നൈറ്റ് ബ്യൂട്ടി, അതും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നേരെ നമ്മൾ പൂളിലേക്കാണ് പോകുന്നത്. പൂളിൻ്റെ അവിടെ ചെന്നപ്പോൾ ഫുൾ ഫ്ലൂറസെൻറ്റ് ലൈറ്റാണ്. അതുകൊണ്ട് പൂള് ശരിക്കും കാണാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര രസമുള്ളൊരു ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ അവിടെ. എല്ലാം ഒരു ബ്ലൂ നിറത്തിലാണ്. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല. ചക്രയും ജോക്കുട്ടിനും ബിൻചായനും ഒക്കെ ഇതാ പൂളിലുണ്ട്. അപ്പോൾ ഞാനും ഇനി പൂളിലേക്ക് ചാടാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേൽക്കണം, ആക്ടിവിറ്റീസ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇതാ എല്ലാവരും പൂളിലുണ്ട്. ഞാനും ഇറങ്ങട്ടെ പൂളിലേക്ക്. അപ്പോൾ പൂളൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് ടൈമാണ്. ഏകദേശം 9 മണിയായി. ഞങ്ങൾ ആ ഫുഡ് കഴിക്കാനായിട്ട് എത്തി. സീ ഫുഡ്, ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ മിക്സഡ് ന്യൂഡിൽസ്, പിന്നെ കരിമീൻ പൊള്ളിച്ചതുണ്ട്, പിന്നെ ചിക്കൻ 65 ഉണ്ട്, പിന്നെ എന്തായിരുന്നു ഫിഷ് ഫിംഗറുണ്ട്, പിന്നെ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. പൊറോട്ട ഇല്ലാതെ ജോക്കുട്ടിനും ചക്കരിക്കും ഒരു രക്ഷയില്ല. അതുകൊണ്ട് പൊറോട്ടയും ചില്ലി ചിക്കനും അവർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു. ഇനിയുണ്ട് ഇഷ്ടംപോലെ നല്ല നല്ല ഐറ്റംസ് ഇവിടെ അവർ റെഡിയാക്കി തരും. ഓർഡർ ചെയ്യാൻ മതി. അപ്പോൾ ഇതെല്ലാം അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫിഷ് ഫിംഗേഴ്സ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ റൂമിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഭയങ്കര ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീമിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം നെക്സ്റ്റ് ഡേയിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, കാണാൻ മറക്കണ്ട. പിന്നെ ഒരു വേർത്തി ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇന്ദ്രിയ സാൻസ്. നിങ്ങളും വരിക. ഇനി വന്നിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.